ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. അങ്ങനെ മനു അലീനയുടെ അടുത്ത് വന്നത് അലീനയ്ക്ക് ഭയങ്കര ഒരു ആശ്വാസം തന്നെയാണ്. അങ്ങനെ അലീന ഇവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ അലീന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ എല്ലാവരും ഇപ്പൊ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഒരാൾ ഒഴികെ. അത് വൈജയന്തിയാണെന്ന് മനുവിന് അറിയാം. അങ്ങനെ മനു പറയാണ്, അതങ്ങനെയാണ്. ചില കാട്ടുമൃഗങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യരുണ്ട്. ആ കാട്ടുമൃഗങ്ങൾ ഒരിക്കലും അടങ്ങില്ല, ഒതുങ്ങില്ല. അവരെ നമ്മളൊക്കെ തളയ്ക്കാൻ നോക്കിയാലും അവര് തളയ്ക്കാൻ നിന്ന് തരത്തില്ല. അത് ചെറുപ്പത്തിലുള്ള ശീലവും സ്വഭാവവും ഒക്കെ മാറ്റാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല അലീന. അതൊക്കെ ഒരുപക്ഷെ എന്തെങ്കിലും മാറും, അന്ന് വൈകി പോകും, അന്ന് അവർ ഓർത്തോളും. നീ അതോർത്ത് സങ്കടപ്പെടുവൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോ മനുവേട്ടൻ വന്നതുകൊണ്ട് സത്യത്തില് എനിക്കിപ്പം ആ പനിയും ഒക്കെ അങ്ങ് പോയി കേട്ടോ. ഇപ്പൊ എന്തോ ഒരു മനസ്സിനൊരു സമാധാനമാണ്, ഒരു സുഖമാണ്, ഒരു സന്തോഷമാണെന്നൊക്കെ പറഞ്ഞപ്പം ഈ സുഖവും സന്തോഷവും ഒക്കെ നിനക്ക് എന്നും വേണ്ടേ? അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ നീ ഓക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ സുഖവും സന്തോഷവും ഒക്കെ എന്നും ഉണ്ടാകും എന്നൊക്കെ പറയാണ്. അപ്പം അലീന നമ്മുടെ മനുവിനെ നോക്കിയൊരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മനു പറയാണ്, നീ കൊടുക്കുന്ന സ്നേഹം എന്തായാലും നിനക്ക് തിരിച്ചു കിട്ടാതിരിക്കത്തില്ലല്ലോ. നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നീ ഇവരെ സ്നേഹിക്കുകയും അവരെ പരിഗണിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവർ കാണുന്നുണ്ടല്ലോ. അതാണ് നിനക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരിക്കലും നിനക്ക് സങ്കടപ്പെടേണ്ടി വരില്ല അലീന. നീ ഇത്രയും വർഷം, നീ 10-22 വർഷം നീ ഒരുപാട് സങ്കടപ്പെട്ടില്ലേ? നിനക്ക് ആരുമില്ല എന്നൊരു തോന്നൽ നിനക്ക് ഉണ്ടായിരുന്നല്ലോ. എന്തൊക്കെയാണെങ്കിലും അവിടെ സ്വർഗമായിരിക്കാം. നീ താമസിച്ചിരുന്ന സ്നേഹനികേതൻ നിനക്ക് സ്വർഗമായിരിക്കാം. പക്ഷേ എന്നാലും നിന്റെ മനസ്സിൽ നിന്റെ ബന്ധുക്കള്, കൂടപ്പിറപ്പുകള്, നിന്റെ അച്ഛൻ, നിന്റെ അമ്മ ഇവരാലെല്ലാം ഉപേക്ഷിക്കപ്പെട്ടവളാണ് എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? നിനക്ക് എല്ലാവരും ഉണ്ട്. നിനക്ക് അച്ഛനുണ്ട്, അതുപോലെ സഹോദരങ്ങളുണ്ട്. നിന്നെ ഇപ്പൊ സ്നേഹിക്കുന്നില്ലെങ്കിലും നിന്നെ ആരാണ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇപ്പം ആന്റി ഇട്ട് പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. നീ ചിലപ്പോൾ മകളാണ് എന്ന് അറിയുകയാണെങ്കിൽ ആ ഒരു സ്നേഹവും നിനക്ക് കിട്ടും എന്ന് പറയുമ്പോൾ അതൊരിക്കലും അച്ഛൻ പറയാൻ സമ്മതിക്കില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ അത് അച്ഛന്റെ അഭിമാന പ്രശ്നം തന്നെ ആയിരിക്കാം. അത് അച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഏതായാലും അമ്മയേക്കാൾ ഉപരി എനിക്കൊരു അച്ഛനെ കിട്ടി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അച്ഛൻ. ഞാൻ ഒരിക്കലും ബാലചന്ദ്ര മേനോൻ, അതും നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്ര മേനോൻ ഇരു കൈ നീട്ടി എന്നെ സ്വീകരിക്കുമെന്നോ, അതുപോലെ ഈ വീട്ടിലെ വേലക്കാരിയായിട്ടല്ല സ്വന്തം മോളായിട്ട് അംഗീകരിക്കുമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല മനുവേട്ട. പക്ഷെ എനിക്ക് ആ സ്നേഹവും ഇപ്പൊ കിട്ടി. ആ സ്നേഹമാണ് എനിക്ക് ആദ്യം കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് അമ്മയോ എന്റെ സഹോദരങ്ങളെക്കാളൊക്കെ എനിക്ക് ഏറ്റവും വലുത് ഇപ്പൊ എന്റെ ദൈവത്തെക്കാളും, അല്ലെങ്കിൽ പിന്നെ ഒരു ബ്രിജിത്താമ്മയ്ക്കൊപ്പം ഞാൻ കാണുന്ന ഒരു ആള് തന്നെയാണ്, ഒരു വ്യക്തി തന്നെയാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്. ഒരിക്കലും ഞാൻ കൈവിടില്ല എൻ്റെ അച്ഛനെ. എൻ്റെ അച്ഛന് വേണ്ടി സത്യം പറഞ്ഞാൽ ഇവരെ എല്ലാവരെയും ഞാൻ മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്ന എനിക്ക് കാണണം. എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ എൻ്റെ ജീവിതം നന്നായി കാണണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അലീന നിന്റെ ജീവിതം നന്നായി കാണാനായിട്ട്. നീ അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ വലിയ ത്യാഗമൊന്നും ത്യജിച്ച് നീ ഇങ്ങനെ ഇരിക്കുമൊന്നും വേണ്ട. നീ അത്രയ്ക്ക് വലിയൊരു മതത്രേസ കളിക്കുമൊന്നും വേണ്ട എന്നിങ്ങനെ നമ്മുടെ മനു പറയാണ്. എന്നിട്ട് പറഞ്ഞു, അതെ കുറച്ചു നേരം ആയല്ലോ ഞാൻ വന്നിട്ട്. അപ്പോഴത്തേക്കും തന്നെ കയറി വരുന്നുണ്ട് കേട്ടോ, രോഹിത് കയറി വരുന്നുണ്ട്. രോഹിത് കയറി വന്ന ഉടനെ തന്നെ നമ്മുടെ രോഹിത് മനുവിനോട് ചോദിക്കുന്നുണ്ട്, വല്ല ചായയോ കോഫിയോ വല്ലതും എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസവും അലീനയാണല്ലോ കോഫിയൊക്കെ കൊടുക്കുന്നത്. അപ്പം ഇപ്പം ചോദിക്കുന്നത് രോഹിത്താണ്. അപ്പൊ രോഹിത്തിന്റെ ഈ മാറ്റം കണ്ടപ്പോഴത്തേക്കും മനു, നീ ഒരുപാട് മാറിപ്പോയല്ലോ രോഹിത്തെ എന്ന് പറയുമ്പം, മാറ്റം അനിവാര്യമാണെങ്കിലും മാറുന്നത് നല്ലതല്ലേ മനുവേട്ടാ? ഞങ്ങളെ മാറ്റിയത് വേറെ ആരുമല്ല, ദേ ഈ ഇരിക്കുന്ന അലീന ചേച്ചി തന്നെയാണ്. അലീന ചേച്ചിയാണ് ഞങ്ങൾ ആകെപ്പാടെ മാറ്റിയത്. അലീന ചേച്ചി കാരണമാണ് ഇപ്പൊ എന്റെ ജീവിതവും ജീവനും ഒക്കെ തിരിച്ചു കിട്ടി ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇനി മാറിയില്ലെങ്കിൽ പിന്നെ ഞാൻ എപ്പം മാറാനാ മനുവേട്ട? അല്ല മനുവേട്ടന് ഞാൻ കോഫി എടുക്കാന്ന് പറഞ്ഞപ്പോ, ഹേയ് വേണ്ട വേണ്ട എനിക്ക് കോഫി ഒന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോ, എന്താ അലീന ചേച്ചി കുടിക്കുന്ന കോഫി മാത്രമേ, അലീന ചേച്ചി ഇടുന്ന കോഫി മാത്രമേ മനുവേട്ടൻ കുടിക്കുന്നുണ്ടോ? അതൊന്നും അല്ല, എനിക്കിപ്പോ പോണം. ഞാൻ പറഞ്ഞല്ലോ ഞാന് ഇപ്പം ജോലി സ്ഥലത്ത് പോകാൻ തുടങ്ങിയപ്പോഴാണ് എന്നെ അങ്കിള് വിളിച്ചത്. അതുകൊണ്ട് ഞാൻ മെഡിസിൻ കൊണ്ട് തരാനും പിന്നെ ഇവക്ക് വയ്യല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്നാ പിന്നെ കണ്ടിട്ടൊന്ന് പോകാന്ന് വെച്ചു. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും ഒത്തിരി സമയമില്ല, ഞാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിന്റെ കൂടെ ഇറങ്ങുകയാണ്. ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അലീനെ ഒരു നോട്ടമൊക്കെ നോക്കിയിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് വൈജി അവിടെ നിപ്പുണ്ട്. അയ്യോ പിന്നെ പറയാനില്ലല്ലോ,
അപ്പം വൈജ അവിടെ നിൽക്കുന്നു. വൈജയനെ കണ്ട ഉടനെ തന്നെ ആന്റി ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാനിവിടെ ഉണ്ടായിരുന്നു, ഞാൻ വന്നിട്ടേ ഇപ്പൊ 10-45 കൊല്ലം ആയി. അല്ല, നമ്മളെ കാണാൻ ഇവിടെ ആർക്കും സമയമില്ലല്ലോ, നമ്മളെ നോക്കാനോ നമുക്കൊരസുഖം വന്നാലോ ഒന്ന് ഓടിയെത്താനോ ആർക്കും പറ്റത്തില്ല. ഞാനും കിടന്നിരുന്ന ഒരു 3-4 മാസം എണീക്കാൻ മേലാതെ അങ്ങ് ഹോസ്പിറ്റലില്. അപ്പൊ മനു പറഞ്ഞു, അത് സ്വന്തം കയ്യിലിരിപ്പ് കാരണമല്ലേ? സ്വന്തം കയ്യിലിരിപ്പ് കാരണം അങ്ങനെ കിടന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ, ഓ നീ എന്റെ മെക്കിട്ട് കയറാൻ വേണ്ടി വന്നതാണോ? അലീനയെ കാണാൻ വന്നതാണെങ്കിൽ നീ അലീനയെ കണ്ടിട്ട് പൊക്കോ, നീ എന്റെ മെക്കിട്ട് കയറണ്ടെന്ന് പറയുമ്പം, അയ്യോ എന്റെ ആന്റിയുടെ മെക്കിട്ട് ഞാൻ എന്തിനാ വെറുതെ കയറുന്നത്? ആന്റി അല്ലേ ഇങ്ങോട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ആന്റിയെ കാണാൻ വന്നിട്ടില്ലേ ഞാന്? ഹോസ്പിറ്റലിൽ വന്നിട്ടില്ലേ ഞാന്? ഇവിടെ വന്നിട്ടില്ലേ ഞാന്? അലീനയ്ക്ക് ഒരു ആപത്ത് വരുമ്പോ നമ്മളൊക്കെ അല്ലേ ഉള്ളൂ. അവളെ ഇവിടെ കൊണ്ടാക്കിയത് ഞാനല്ലേ. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അവളെ കാണാനും നോക്കാനും ഒക്കെ വരണ്ടേ? ഏതായാലും ഞാൻ പോവുക എന്ന് പറയുമ്പോ, പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി ഞാൻ അങ്ങോട്ട് പറയാം. നീ എന്തോ അലീനയോട് പറഞ്ഞെന്നോ, നീ നിന്റെ വീട്ടിലേക്ക് അലീനയെ കൊണ്ടുപോകാൻ പോവാണെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? പച്ച മലയാളത്തിൽ പറഞ്ഞാല്, എനിക്ക് അലീനയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, അതാ എന്റെ ഉദ്ദേശം. എന്റെ ഉദ്ദേശത്തിന് വേറെ പ്രശ്നമെല്ലാം ഉണ്ടോ? അല്ല, ഒരാണിനും പെണ്ണിനും ജീവിതത്തിൽ തുടരണമെന്നോ ജീവിക്കണമെന്നോ തീരുമാനിച്ചാൽ കല്യാണം കഴിക്കല്ലേ വേണ്ടത്, അല്ലാതെ പിന്നെ വേറെന്താ ചെയ്യേണ്ടത്? എനിക്ക് അലീനയെ ഇഷ്ടപ്പെട്ടു, ഞാൻ അലീനയെ കല്യാണം കഴിക്കാൻ പോകുന്നു. അതിനിപ്പോ എന്താ? അവൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അവളെ താലി കെട്ടി ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിനിപ്പോ എന്താ പ്രശ്നം? കുണ്ടേല്ല അങ്ങോട്ടാ. കമലയിടത്ത് ഇപ്പൊ ഇരുകൈ നീട്ടി സ്വീകരിക്കും, അവളെ ചൂലെടുത്ത് അടിച്ചു വിടുന്നു പറഞ്ഞപ്പം നമ്മുടെ മനു പറഞ്ഞു, ആയിക്കോട്ടെ, എനിക്കേ അവിടെ കൈതക്കൽ തറവാട് മാത്രമല്ല, ഞാൻ അത്യാവശ്യം നല്ലൊക്കെ ജോലിയൊക്കെ എടുക്കുന്ന ഒരാളാ, അറിയാലോ. എനിക്ക് അത്യാവശ്യം ശമ്പളമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം നെടുമ്പുരയ്ക്കൽ നല്ല സോറി കൈതക്കൽ കയറ്റിയില്ല എങ്കിൽ എനിക്ക് എറണാകുളത്തോ മറ്റോ ഒരു ഫ്ലാറ്റ് എടുത്താൽ മതി, അവിടെ താമസിക്കാനും എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ മനു അവിടെ നിറങ്ങുന്നത്. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജയ്ക്ക് ദേഷ്യം കൂടി കേട്ടോ. അലീനയുടെ റൂമിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ അലീന നേരത്തെ താഴെ കിടന്നവള് കട്ടിലിന്റെ മണ്ടയിലാണല്ലോ കിടക്കുന്നത്. അപ്പൊ രോഹിത്തിനോട് നമ്മുടെ വൈജ പറയാണ്, താഴെ കിടന്നവൾ ഇപ്പൊ കട്ടിലിന്റെ മുകളിലായി, ഇനിയിപ്പൊ എന്നാ പെരപ്പൊക്കത്ത് കയറുകയെന്ന് അറിയത്തില്ല. എന്തുദ്ദേശിച്ചിട്ടാടാ നീ അവളെയൊക്കെ എടുത്ത് മടി കയറ്റി വെച്ചിരിക്കുന്നത്? അവളുടെ ഉദ്ദേശം എന്താണെന്ന് നിനക്കൊക്കെ അറിയാമോ എന്ന് ചോദിച്ചപ്പം, എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ ഉദ്ദേശം അല്ല അലീന ചേച്ചിയുടെ ഉദ്ദേശം. അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എരിയും ഏഷണിയും ഒക്കെ പറഞ്ഞിങ്ങനെ നടന്നോ? കൊതിയും നുണയൊക്കെ പറഞ്ഞ് നടക്കാനല്ലാതെ അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാമോ? കുറച്ച് നാൾ മുമ്പ് അമ്മയ്ക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ടെന്നാ ഞങ്ങൾ വിചാരിച്ചത്. ഇപ്പൊ അതുമില്ല. ഇപ്പം കമലയാന്റിയുടെ അങ്ങേയറ്റമായി പോയി അമ്മ. അതുകൊണ്ട് എന്റെ വായിലിരിക്കുന്നൊന്നും കേൾക്കാതിരിക്കുന്ന അമ്മയെ നല്ലത്. ഞാൻ പോട്ടെ, അലീന ചേച്ചിക്ക് എന്താന്ന് വേണ്ടാന്ന് വെച്ചാൽ എനിക്ക് എടുത്തു കൊടുക്കണം എന്ന് പറയുമ്പോ, ഓ അലീന ചേച്ചിനെ അങ്ങോട്ട് ശുശ്രൂഷിച്ച് പരിചരിച്ചങ്ങോട്ടെ നീ വെക്ക്, എല്ലാത്തിനും നിനക്ക് കിട്ടിക്കോളും. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. സ്വത്തും പണവും എല്ലാം അവൾ എടുത്തോണ്ട് മുങ്ങുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾ ഇരിക്കേണ്ട വരും, അല്ലെങ്കിലേ തെരുവിലിറങ്ങി തെണ്ടേണ്ട വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അമ്മ ഒരു കാര്യം ചെയ്യാം, അമ്മ റൂമിൽ പോയി കിടന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രോഹിത് അങ്ങ് പോവാണ് കേട്ടോ. ഏതായാലും ഇതിനു ശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാലചന്ദ്രൻ വരികയാണ്. അപ്പൊ ബാലചന്ദ്രൻ പുറത്തൊക്കെ പോയിട്ട് വന്നു. പുറത്തു പോയിട്ട് വന്ന സമയത്ത് ബാലചന്ദ്രൻ അവിടെ രോഹിത് ഉണ്ടായിരുന്നു. രോഹിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് അലീനയ്ക്ക്, അവൾ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ചേച്ചി കിടക്കുകയാണ്, റെസ്റ്റ് എടുക്കാനല്ലേ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ ജോലിയൊക്കെ ആരാ ചെയ്യുന്നത്? ഇവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ബബിതയും കൃഷ്ണമോളും അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് വെച്ചിട്ടാ പോയത്. പിന്നെ ബാക്കിയുള്ള ജോലിയൊക്കെ ഞാനിവിടെ വെറുതെ ഇരിക്കല്ലേ അച്ഛാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രന് രോഹിത്തിനെ അടിമുടിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഈ സമയത്ത് റൂമിലേക്ക് കയറി ചെന്നു. അലീന നല്ല ഉറക്കമായിരുന്നു. അപ്പൊ അലീനയെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അലീന പെട്ടെന്ന് കണ്ണു വന്നിട്ട്, അച്ഛൻ വന്നു എന്ന് ചോദിച്ചു. ഞാൻ വന്നു മോളെ, അല്ല നിനക്കിപ്പൊ എങ്ങനെയുണ്ട്, ഇപ്പം പനിയൊക്കെ ഉണ്ടോ, ആ ഒരു ചൂടൊക്കെ അങ്ങ് വിട്ടോന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ല, എനിക്കിപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. അച്ഛന് ഒരു കാര്യം അറിയാമോ, എന്നെ ഇവിടെ എല്ലാവരും എത്ര നല്ല രീതിയിലാണ് നോക്കുന്നത്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു പനി വന്നാൽ അല്ലെങ്കിൽ ഒരു ജലദോഷം വന്നാൽ ഞാൻ ഇങ്ങനെ കിടന്നിട്ടോ ഒന്നുമില്ല. ഇപ്പം എന്റെ കൂടപ്പിറപ്പുകളെ എന്നെ എണീറ്റ് നടത്താൻ പോലും സമ്മതിക്കുന്നില്ല. എന്തോ വല്ലാത്തൊരു അനുഭൂതി തോന്നുകയെന്ന് പറഞ്ഞപ്പം, അതെ നീ കൊടുത്ത സ്നേഹമല്ലേ മോളെ നിനക്ക് തിരിച്ചു കിട്ടുന്നത്, നീ കൊടുത്ത സ്നേഹം അവര് നിനക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, നീ കൊടുത്ത പരിഗണന, നീ അവർക്ക് കൊടുത്ത ഓരോ വിശ്വാസം, അതൊക്കെ അവര് നിനക്ക് തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും വെറുതെ അല്ലല്ലോ, നമ്മള് നല്ലത് ചെയ്താൽ അത് നമുക്ക് തന്നെ വന്ന് ചേർന്നോളും. അതുകൊണ്ട് മോള് ഒരു കാര്യത്തിലും പേടിക്കണ്ട, ഇനി മോളുടെ കൂടെ എന്നും ഞാനും നിന്റെ സഹോദരങ്ങളും ഒക്കെ കാണുന്നു പറഞ്ഞപ്പം, അതല്ലല്ലോ അച്ഛ അതിന്റെ ഒരു ഇത്. സ്നേഹിക്കേണ്ട ആളെ ഇതുവരെ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടില്ല, പരിഗണിക്കേണ്ട ആള് എന്നെ ഇതുവരെ പരിഗണിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ, ആ സ്നേഹവും പരിഗണനയും കിട്ടാനിരുന്നാൽ എന്റെ അലീന വെറുതെ ആയി പോകും നിന്റെ ജീവിതം. ആ സ്നേഹം കിട്ടിയിട്ട് എന്തിനാ, അതൊന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ കിട്ടുന്ന ഒരു ദിവസം വന്നാലേ അവളന്ന് പോകും അങ്ങ്
സ്വർഗത്തിലല്ല, നരകത്തില്. അവൾക്ക് അവിടെയാണല്ലോ സീറ്റ് ദൈവം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇത്രമാത്രം ക്രൂരത ചെയ്ത അവളെ ദൈവം ഇപ്പോഴൊന്നും വിളിക്കുന്നു തോന്നുന്നില്ല. അനുഭവിച്ചിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. അതിനു മുമ്പ് എന്നെങ്കിലും ഒരു ദിവസം ഞാൻ പറയും, അന്ന് അവൾക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ ഒരു കാര്യം ചെയ്യ, റെസ്റ്റ് ചെയ്തോ മോള്, ഇപ്പം റെസ്റ്റ് ചെയ്യ. ഇനിയിപ്പോ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് അവരുണ്ടല്ലോ, അവരും പഠിക്കട്ടെ, ചെയ്ത് പഠിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, അത് മനുവേട്ടൻ ഇന്നിവിടെ വന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോ അവനെ ഞാനല്ലേ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്, അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ അച്ഛാ, എന്തിനാ വെറുതെ മനുവേട്ടനെ ബുദ്ധിമുട്ടിച്ചത്? അവൻ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? അവനെ ഞാൻ പറയാൻ നോക്കിയിരിക്കായിരുന്നെന്നാ തോന്നുന്നേ. ആ സമയം അവൻ ഇവിടെ എത്തിയില്ലേ, അവൻ എറണാകുളത്ത് എത്താറായതായിരുന്നു. അവൻ അവിടെ നിന്ന് തിരിച്ച് നിന്നെ കാണാനായിട്ട് വന്നത്. ഏതായാലും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെറിയ മൂളലൊക്കെ മൂളിയിട്ട് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങ് വെളിയിൽ ഇറങ്ങി പോയി കേട്ടോ. ഏതായാലും അലീനയ്ക്കും എന്തോ ഒരു ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മുടെ മനുവിനോട്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ബബിത വരികയാണ്. അങ്ങനെ ബബിത കോളേജൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും കോളിംഗ് ബെൽ അടിച്ചപ്പോൾ വാതിൽ തുറക്കുന്നത് നമ്മുടെ രോഹിയാണ്. അങ്ങനെ രോഹി വാതിൽ തുറന്ന ഉടനെ തന്നെ നമ്മുടെ ബബിത ചോദിച്ചത്, അലീന ചേച്ചി എന്തി, അലീന ചേച്ചിക്ക് അസുഖം കുറഞ്ഞോ എന്നാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രോഹി പറഞ്ഞു, അലീന ചേച്ചി കിടക്കാണ്, അലീന ചേച്ചിക്ക് അസുഖം കുറവായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു പനിക്കുറവൊക്കെ ഉണ്ട്, എന്നാലും ഭയങ്കര ക്ഷീണമൊക്കെയാന്ന് തോന്നുന്നു, ഞാൻ എണീക്കാൻ സമ്മതിച്ചില്ല, അവിടെ തന്നെ കിടക്കാണ്. പിന്നെ മനുവേട്ടൻ എങ്ങാണ്ട് വന്നപ്പോഴാ ഒന്ന് ഉണർന്ന് സംസാരിച്ചതെന്ന് പറയുമ്പോ, മനുവേട്ടൻ വന്നായിരുന്നോ? എന്നാ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, മനുവേട്ടൻ വന്നെങ്കിൽ ഇപ്പം പമ്പ കിടന്ന് കാണും, പനിയും ചൂടും ഒക്കെ. മനുവേട്ടനല്ലേ വന്നെന്ന് ചോദിച്ചപ്പോ രോഹിത് ചോദിച്ചു, അതെന്താ ബബിത നീ അങ്ങനെ പറഞ്ഞത്? അതൊക്കെ വഴിയേ രോഹിയേട്ടന് മനസ്സിലായിക്കോളുവേ, ഞാനെന്നാലേ പോയി ഒന്ന് പനിക്കാരീനെ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് നേരെ അലീനയുടെ അടുത്തേക്ക് ചെല്ലാണ്. അങ്ങനെ അലീനയുടെ അടുത്തേക്ക് ചെന്നു. അലീനയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അലീന അത്യാവശ്യം നല്ല ഉറക്കാണ്, പക്ഷെ നല്ല പനിയുണ്ട്. തൊട്ട് നോക്കി കഴിഞ്ഞപ്പം മരുന്നൊന്നും കഴിഞ്ഞിട്ട് മരുന്നും മെഡിസിൻ എടുത്തെങ്കിലും പനി നല്ല രീതിയിലൊന്നും മാറിയിട്ടില്ല. അപ്പൊ പതുക്കെ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോഴത്തേക്കും അയ്യോ നന്നായിട്ട് ചൂടാണല്ലോ അലീന ചേച്ചി ഇത്. അതെ, നമ്മൾ എത്ര മെഡിസിൻ കഴിച്ചാലും നനഞ്ഞു തുണി വെച്ച് നെറ്റിയിൽ തുടയ്ക്കുകയും ഉള്ളംകാലിലൊക്കെ തുടയ്ക്കുകയൊക്കെ ചെയ്താലേ പെട്ടെന്ന് പനി വിട്ടോളും. ഇത് എന്നോട് ആരാ പറഞ്ഞു തന്നെന്നറിയാമോ? ഇത് വേറെ ആരുമല്ല പറഞ്ഞു തന്നത്, രോഹിതേട്ടന് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാനും അലീന ചേച്ചിക്ക് ചെയ്തു തരുമെന്ന് പറയുമ്പോ, അയ്യോ മോളെ വേണ്ട, ഈ പനിയൊക്കെ പൊക്കോളും, ഞാനൊന്ന് കിടന്നു കഴിയുമ്പോൾ മാറിക്കോളും എന്ന് പറഞ്ഞപ്പോ ഇത്രയും നേരമായിട്ട് കിടന്നിട്ട് മാറിയില്ലല്ലോ, ഏതായാലും ഞാൻ പറയുന്ന മര്യാദയ്ക്ക് അനുസരിച്ചെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണു, നമ്മുടെ ബബിത താഴേക്ക് ഇറങ്ങി പോവാണ്. കുറച്ച് വെള്ളമൊക്കെ, തണുത്ത വെള്ളമൊക്കെ എടുത്തോണ്ട് വരാനായിട്ട് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ വൈജി അവിടെ നിൽപ്പുണ്ട്. വൈജി ചോദിക്കും, എങ്ങോട്ടാ വെള്ളവും തുണിയൊക്കെ ആയിട്ട് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ബബിത പറഞ്ഞു, അത് പിന്നെ അലീന ചേച്ചിയുടെ അടുത്തേക്ക് പോവാ. അലീനയുടെ അടുത്തേക്കോ? കുലീനയുടെ അടുത്തേക്ക് എന്തിനാടി നീ പോകുന്നത് എപ്പോഴും? അവളുടെ പനി വല്ലതും നിനക്കൊക്കെ പകർന്നാലേ എക്സാം പോലും എഴുതാൻ പറ്റാണ്ട് വരും. എക്സാം എഴുതിയില്ലേ ഞാൻ അങ്ങ് സഹിച്ചോളാം. ആ പാവം പിടിച്ച ചേച്ചി ഉണ്ടല്ലോ, രോഹിത് വയ്യാണ്ടായി കിടന്നപ്പോഴത്തേക്കും ഛർദിൽ വരെയാ കോരിയത്. എന്നിട്ട് അതിന് നമ്മളൊന്ന് സഹായിച്ചില്ലെങ്കിലേ ദൈവം പൊറുക്കത്തില്ല. ഭയങ്കര സഹായം ചെയ്യി പോയി അങ്ങോട്ട്. ലാസ്റ്റ് എല്ലാത്തിനെയും വെളിയിലടിച്ച് ഇറക്കുമ്പോഴത്തേക്ക് നീ പഠിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ, എന്റെ പൊന്നമ്മ, അമ്മ പോയി റൂമിനകത്തെ വല്ല ഇരിക്കുക. അമ്മേനെ ഞങ്ങൾ ശല്യം ചെയ്തോ? അമ്മേനെ ശല്യം ചെയ്യാൻ വരുന്നുണ്ടോ? അലീന ചേച്ചിക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തോളാം, ദയവ് ചെയ്ത് അമ്മ പോയി അവിടെ എങ്ങാനും ഇരിക്കാൻ പറഞ്ഞിട്ട് നേരെ നമ്മുടെ ബബിത അലീനയുടെ അടുത്ത് ചെന്നിട്ട് പതിയെ നെറ്റിയൊക്കെ തുടച്ച് നെറ്റിയിൽ ഒരു തുണിയൊക്കെ ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് കാല് പതിക്കെ തുടയ്ക്കാൻ തുടങ്ങാൻ അപ്പോഴത്തേക്കും പറഞ്ഞു, അയ്യോ വേണ്ട മോളെ എന്ന് പറയുമ്പോ കാലിലൊക്കെ ഭയങ്കര അഴുക്കാം, വേണ്ട മോളെ എന്ന് പറയുമ്പോ എന്തഴുക്ക്, നല്ല കാലല്ലേ ഇത്, തൂവെള്ള പോലെ ഇരിക്കുക, ഇതിൽ എവിടെ നിന്ന് അഴുക്കെന്ന് പറയുന്നത്, നീ പഴുക്കുണ്ടേ തന്നെ അതൊന്നും വലിയ പ്രശ്നമൊന്നും അല്ല എന്ന് പറഞ്ഞ് കാലൊക്കെ തുടയ്ക്കുമ്പോ നമ്മുടെ അലീന ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ബബിതേനെ തന്നെ. അതായത് ബബിതയുടെ ഒക്കെ പെട്ടെന്നുള്ളൊരു മാറ്റം ഉണ്ടല്ലോ, അത് നമ്മുടെ അലീനയെ സന്തോഷപ്പെടുത്തുകയും ആനന്ദ കണ്ണീരൊക്കെ ഒഴുക്കി നമ്മുടെ അലീന ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പൊ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. മിസ് ചെയ്ത് കളയരുത് കേട്ടോ, അടിപൊളി വിശേഷങ്ങളാണ് ഓരോ ദിവസവും വരാൻ പോകുന്നത്. ഈ ഓരോരോ ചുരുളുകൾ അഴിഞ്ഞഴിഞ്ഞഴിഞ്ഞഴിഞ്ഞ് പോരുന്നുണ്ട്. നമ്മുടെ ചിന്നുമോളുടെ കാര്യം നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ചിന്നുമോള് ദത്തെടുക്കാനായിട്ട് വന്നതും അങ്ങനെ ദത്തെടുത്ത് കഴിഞ്ഞ് നമ്മുടെ ചിന്നുമോളുടെ യഥാർത്ഥ കുടുംബം ഏതാണ് എന്നൊക്കെ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രേസിക്കും മാമച്ചനും ആ കൊച്ചിനെ കൈമാറുന്നുണ്ട്. അപ്പം അതൊക്കെ ഏകദേശം പുറകെ വരൂ കേട്ടോ. അപ്പം എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷമാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.